ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന സത്യം വെളിപ്പെടുത്തിയതിനു ശേഷം കോടതിക്ക് മുന്നിൽ മറ്റൊരു മഹാസത്യം കൂടി വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അർജുൻ നടത്തിയത്. ചന്ദ്രബോസ് എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ACPയെ കുറിച്ച് വിശദമായ വിശേഷണങ്ങൾ നൽകി അർജുൻ ACPയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കേട്ടു നിൽക്കുന്ന അമീർ അബ്ദുള്ള പറഞ്ഞു, എന്റെ സഹപ്രവർത്തകൻ ഇവിടെ എന്തൊക്കെയോ കുറെ വിശേഷണങ്ങൾ പറയുന്നതല്ലാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ കോടതിക്ക് മുന്നിൽ വെറുതെ വിളിച്ചു പോകുന്നതല്ലാതെ സത്യത്തിൽ ഇയാൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്താണ് മിസ്റ്റർ അർജുൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് വ്യക്തമായി പറയൂ എന്ന് അമീർ അബ്ദുള്ള അർജുനോട് ആവശ്യപ്പെട്ടു. ഉടനെ അർജുൻ ജഡ്ജിയോട് ആവശ്യപ്പെട്ടു, എനിക്ക് ഇപ്പോ ഇവിടെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശാലിനി വിഷ്ണുവിനെ ഒരിക്കൽ കൂടി എനിക്ക് ഇവിടെ വാദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവരെ ഒരിക്കൽ കൂടി അവരോട് എനിക്ക് സത്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിന് കോടതി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷിയെ വിളിച്ചോളാനായിട്ട് അറിയിക്കുന്നു. അങ്ങനെ ശാലിനി സാക്ഷി പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെട്ടതുകൊണ്ട് സാക്ഷിക്കൂട്ടിൽ കൃത്യമായി തന്നെ ശാലിനി വന്നു. അതിനുശേഷം ശാലിനിയോട് അർജുൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾക്ക് ഈ പ്രതിക്കൂട്ട് നിൽക്കുന്ന ആളെ അറിയാമോ? ആ ചോദ്യം ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, എന്റെ പേര് ശാലിനി വിഷ്ണു, അത് ഇദ്ദേഹം എന്റെ ഹസ്ബൻഡാണ് എന്ന് ശാലിനി അറിയിക്കുമ്പോൾ അത് കേട്ട് നിന്ന അമീർ വീണ്ടും ഇടയിൽ കയറി ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞത് പ്രൊസീഡ് എന്ന ജഡ്ജി മറുപടി നൽകിയതോടെ അമീർ പറഞ്ഞു, ഇപ്പോ ഈ ഒരു മറുപടിക്ക് ഇപ്പോൾ അതാണോ എന്നത് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഇപ്പോഴും ആണ്, അദ്ദേഹം എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്ന് ശാലിനി വ്യക്തമാക്കി. അതിനുശേഷം അർജുൻ ശാലിനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ബോധ്യപ്പെടുത്താനുള്ളത് എന്ന് വെച്ചാൽ അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയാം. സത്യം സത്യമായി വെളിപ്പെടുത്താൻ പറ്റിയ ഒരേ ഒരിടം അത് കോടതി മാത്രമാണ് എന്ന് അർജുൻ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, നമുക്ക് മുന്നിൽ പല കേസുകളും നിർണായകമായിട്ടുള്ള കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പല കേസുകൾക്കും നിർണായകമായ തുമ്പുകൾ കണ്ടെത്തി അതിലെ പ്രതികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ശിക്ഷ നൽകിയിട്ടുള്ള പല ഓഫീസേഴ്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രത്തോളം ബുദ്ധിവൈഭവമുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ നമ്മൾ ധാരാളം കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പോലീസ് ഓഫീസർ അല്ല, മറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ്. അത്രത്തോളം ക്രിമിനൽ മൈൻഡും അത്തരം ക്രിമിനൽ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ ഉന്നത പദവിയിലിരിക്കുന്ന ACP ചന്ദ്രബോസ് എന്നറിയിച്ചു. അത് കേട്ടതും വീണ്ടും ശാലിനി വിഷ്ണു എന്ന് പറയുന്ന ഈ സാക്ഷി വീണ്ടും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കാടും പടലയും അതായത് ഇവിടെ വന്ന് പലരും പറഞ്ഞിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ഇവരിവിടെ പറഞ്ഞു ഫലിപ്പിക്കുന്നു എന്നല്ലാതെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇവർ കൊണ്ടുവരുന്നില്ല എന്ന് അമീർ വീണ്ടും ക്രോസ് ചെയ്യുമ്പോൾ ഉടനെ ജഡ്ജിയും പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ വിഷ്ണു എന്ന് പറയുന്ന എന്റെ ഭർത്താവ്, അദ്ദേഹത്തെ മനഃപൂർവ്വം കേസിൽ കുരുക്കിയതാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ACPയുടെ വ്യക്തിവൈരാഗ്യം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ACP മനഃപൂർവ്വം കേസിൽ ഉൾപ്പെടുത്തുകയും പ്രതിഭാഗത്ത് മരണപ്പെട്ടു എന്ന് പറയുന്ന കാർത്തിക ഇവിടെ വെളിപ്പെടുത്തിയതാണ് എന്താണ് കാർത്തികയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. മധുശ്രീയും ACPയും ചേർന്ന് നടത്തിയ വലിയൊരു തിരക്കഥ തന്നെയാണ് ഇങ്ങനൊരു കേസായി ഇവിടെ എത്തിച്ചേർന്നത്. അവരുടെ രണ്ടുപേരുടെയും ബുദ്ധിയിൽ ഉദിച്ച ഒരു കെട്ടുകഥയായിരുന്നു ഇവിടെ ഇത്രയും വലിയൊരു കേസായി, ഇത്രത്തോളം വാദപ്രതിവാദങ്ങൾ നിറഞ്ഞ ഒരു കേസായി മാറിയത്. അതോടൊപ്പം മധുശ്രീയും ACPയും ചേർന്ന് ഒരുമിച്ച് വാങ്ങിച്ച ഒരു സ്ഥാപനമാണ്. അവിടെയായിരുന്നു കാർത്തികയെ ഒളിവിൽ താമസിപ്പിച്ചത്. എനിക്ക് കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാനായി എന്റെ കയ്യിൽ കിട്ടിയ കാർത്തികയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് അതെനിക്ക് കിട്ടിയത് ആ കെട്ടിടത്തിൽ നിന്നാണ്. അവിടെ അതെങ്ങനെ വന്നു എന്ന് ഇതിനു മുൻപ് ഇവിടെ സാക്ഷിയായി വിസ്തരിച്ച കാർത്തിക തന്നെ അത് വെളിപ്പെടുത്തിയതുമാണ് എന്നറിയിച്ചപ്പോ അമീർ വീണ്ടും ഇടയിൽ കയറി. വീണ്ടും ഇവർ പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈലോഡ്. ഇതുവരെയായിട്ടും ഇവർ കാര്യമെന്തെന്ന് വ്യക്തമാക്കുന്നില്ല എന്ന് അമീർ ഇടയിൽ കയറി പറഞ്ഞതും അർജുൻ പറഞ്ഞു, എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തെ, താങ്കൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കാറെ കോടതിയുടെ വിലയേറിയ സമയത്തെ ചൊല്ലി എത്രയും വേഗം ഈ കേസൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ധൃതിയിലാണ് ഇപ്പോൾ താങ്കളുടെ നീക്കങ്ങൾ. സത്യത്തിൽ കേസിന്റെ വഴിയിൽ പോകുമ്പോ നിങ്ങൾക്കുണ്ടായ പരാജയം, നിങ്ങൾ നേടിയ പരാജയത്തെ എനിക്ക് വല്ലാത്ത സഹതാപമാണ് തോന്നുന്നത്.
കോടതിയുടെ വിലയേറിയ സമയത്തെ പഴിചാരിക്കൊണ്ട് കേസിനെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ധൃതി കൂട്ടുന്ന നിങ്ങളുടെ അവസ്ഥ എനിക്ക് വളരെ ശോചനീയമായി തോന്നുകയാണ്. ഒരു കാര്യം കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയുവാനുണ്ട്. നിങ്ങൾ കുറച്ചു മുൻപ് പറഞ്ഞിരുന്നല്ലോ ശരിക്ക് കേസ് പഠിച്ചിട്ട് വരാനായിട്ട് എന്നെ പറഞ്ഞയക്കണമെന്ന്. എന്നാൽ ഞാൻ ഇവിടെ വന്ന് ഈ കേസ് വാദിച്ചു തുടങ്ങിയതും കൃത്യമായി കേസ് പഠിച്ചിട്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഞാൻ ശരിക്കും കുത്തിയിരിഞ്ഞ് പഠിച്ചു തന്നെയാണ് ഈ ഒരു പദവിയിലെത്തിയതും ഈ ഒരു ഡിഗ്രി ഞാൻ നേടിയതും. അല്ലാതെ കൈയുടെ മടക്കിലോ കാലിന്റെ തെറുപ്പിലോ ചെരുപ്പിനുള്ളിലോ ഒക്കെ തുറുപ്പ് എഴുതി വെച്ചിട്ട് മുടിച്ചുരുളിലൊക്കെ അത് എഴുതി വെച്ച് അങ്ങനെ എഴുതി പരീക്ഷ പാസ്സായ വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ വ്യക്തമായി കുത്തിയിരുന്ന് പഠിച്ചു തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പിന്നെ അമീറിന് മേലെ ആരോപിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളും ഇപ്പോ എല്ലാം ഇല്ലാതായി എന്നല്ലേ അമീർ പറഞ്ഞത്? ഞാൻ വെറുതെ അന്വേഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അർജുൻ ശാലിനിയോട് വിസ്താരം തുടരാമെന്ന് അറിയിച്ചു. ശാലിനിക്ക് പറയാനുള്ളതെല്ലാം കോടതിക്ക് മുന്നിൽ കൃത്യമായി വെളിപ്പെടുത്തിക്കൊള്ളാനായി അർജുൻ അറിയിച്ചതും ശാലിനി തന്റെ ഭാഗം വീണ്ടും കോടതിയുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ACP ചന്ദ്രബോസ് തന്റെ കൂട്ടാളികളായിട്ടുള്ള അവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടെ കൂട്ടി സ്റ്റേഷനിൽ നിന്ന് വിഷ്ണുവേട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്റെ അമ്മയെ വിളിച്ച് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണവുമായി എവിടേക്ക് വരണമെന്ന് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം അമ്മ ഭക്ഷണവുമായി സ്റ്റേഷനിലെത്തി. എന്നാൽ അവിടെ അമ്മ കൊണ്ടുചെന്ന് കൊടുത്ത ആ ഭക്ഷണത്തിൽ ACP ചന്ദ്രബോസ് വിഷം കലർത്തുകയും ആ ഭക്ഷണം വിഷ്ണുവേട്ടന് നൽകി വിഷ്ണുവേട്ടനെ അത്യാസന്ന നിലയിൽ ആക്കുകയും ചെയ്തു. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിച്ചേർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ ഭർത്താവ് ഇവിടെ ഇതുപോലെ ജീവനോടെ നിൽക്കുമായിരുന്നില്ല. എന്റെ വിഷ്ണുവേട്ടനെ കൊല്ലാനുള്ള ശ്രമം കൂടിയാണ് ACP ചന്ദ്രബോസ് നടത്തിയത്. അത്രയും നീചമായ പ്രവൃത്തിയാണ് ഇതുപോലെ ഒരു നീതിപാലകന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ശാലിനി പറയുമ്പോൾ അത് കേട്ടുനിന്ന ചന്ദ്രബോസ് വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല സർ, എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇവർ വെറുതെ എന്റെ മേൽ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് എന്നോട് എന്താ വ്യക്തിവൈരാഗ്യമുള്ളതാണ് ഇവരിങ്ങനെയെല്ലാം പറഞ്ഞു കൂട്ടുന്നത്. ഞാൻ ഈ ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടി എന്റെ ഭാഗത്ത് നിന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ സത്യത്തിന് നിരക്കാത്തത് അല്ലാതെ സത്യത്തിന് നിരക്കുന്നത് മാത്രമായും എന്നാൽ കുറച്ച് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഇരു കൈകളും കണ്ണുനീര് പോലെ പരിശുദ്ധമാണ് മൈ ലോർഡ് എന്ന് ACP പറയുമ്പോൾ ഇത് കേട്ടുന്ന അർജുൻ പറഞ്ഞു, ശരിയാണ്, ഇത് ശരിക്കും ACP പറഞ്ഞ അവസാന വാക്ക് അത് കൃത്യം തന്നെയാണ്, അറം പറ്റിയതുപോലെ. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ കണ്ണുനീര് പേരോ പരിശുദ്ധമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊല ചെയ്യപ്പെട്ടു എന്ന് ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച അവർ പറഞ്ഞ ആ പെൺകുട്ടി കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണുനീരും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സാക്ഷി പട്ടികയിൽ നിന്ന് ഇവിടെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനി വിഷ്ണു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെയും ശാലിനി വിഷ്ണുവിന്റെയും കണ്ണുനീരും ഈ ACP ചന്ദ്രബോസ് മൂലമുണ്ടായതാണ്. അതിന് വില ഈ മനുഷ്യൻ തന്നെ ഈ ACP തന്നെ പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഉടനെ അമീർ പറഞ്ഞു, അല്ല, ഇവിടെ എന്റെ സുഹൃത്ത് കുറെ നേരമായി ACP തെറ്റ് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാനുണ്ടോ? ഇവിടെ കോടതിയിൽ തെളിവുകളാണ് പ്രധാനം, തെളിവുകൾക്കാണ് പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ ചന്ദ്രബോസിനെതിരെയായിട്ടുള്ള തെളിവിനെ കുറിച്ച് അമീർ ആവശ്യപ്പെട്ടപ്പോ ശാലിനി പറഞ്ഞു, തെളിവുകളുണ്ട് മൈ ലോർഡ്. ACP ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന വിഷ്വൽസും പിന്നീട് വിഷ്ണുവേട്ടനെ പരിശോധിച്ച ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടുമുണ്ട് എന്നറിയിച്ചു. അത് രണ്ടും ഉടൻ തന്നെ അർജുൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. ജഡ്ജിയോട് അത് സ്വീകരിക്കണമെന്ന് അർജുൻ അപേക്ഷിച്ചു. ജഡ്ജി അത് വാങ്ങിച്ച് പരിശോധിച്ചു തുടങ്ങി. അതിലുണ്ടായിരുന്ന ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിൽ വിഷ്ണുവിന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി കാണിച്ചിരുന്നു. അത് ഭക്ഷണത്തിൽ തന്നെ വിഷം കലർത്തി വിഷ്ണുവിന് നൽകിയതാണെന്നും അന്ന് ആ വീട്ടിൽ മറ്റുള്ളവരാർക്കും യാതൊരു വിഷബാധയും ഏറ്റിട്ടില്ല എന്നും മറിച്ച് അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷ്ണുവിന് കൊടുത്ത ഭക്ഷണത്തിൽ മാത്രമാണ് ഈ വിഷബാധ ഉണ്ടായത് എന്നും വ്യക്തമായി അദ്ദേഹം എഴുതിയിരുന്നു. അതോടൊപ്പം ചന്ദ്രബോസ് അപ്പോഴേക്കും തനിക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ തന്നോട് പറഞ്ഞ വാക്കുകൾ ചന്ദ്രബോസ് ഓർത്തെടുത്തു. അതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം എനിക്കൊപ്പം നിൽക്കാമെന്നും
വിഷ്ണുവിന് ചെറിയൊരു ഫുഡ് പോയ്സൺ മാത്രമാണ് ഉണ്ടായതെന്ന് അങ്ങനെ വരുത്തി തീർക്കാമെന്നും അയാൾ വാക്ക് തന്നതാണല്ലോ എന്ന് ചന്ദ്രബോസ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി അന്ന് ഡോക്ടറുടെ മുന്നിൽ ചന്ദ്രബോസ് എത്തുന്നതിന് മുന്നേ തന്നെ ഡോക്ടറോട് ശാലിനി സംസാരിച്ചിരുന്നു. ഇതിന്റെ വിഷ്ണുവിന് സംഭവിച്ചത് എന്താണ് എന്നും വിഷ്ണുവേട്ടൻ എന്താണ് ഉണ്ടായതെന്നുമുള്ള വ്യക്തമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് തനിക്ക് നൽകണമെന്നും ചന്ദ്രബോസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭീഷണിയും അവരുടെ പ്രകോപനങ്ങളും ഉണ്ടാകുമെന്നും എന്നാൽ അതിലൊന്നും വീഴാതെ കൃത്യമായി സത്യസന്ധമായി ജോലി ചെയ്യണമെന്നും മറ്റേതെങ്കിലും രീതിയിൽ താങ്കൾ പ്രവർത്തിച്ചാൽ ഈ ജോലി തന്നെ തനിക്ക് ഇല്ലാതാകുമെന്നുമുള്ള ഒരു കളക്ടറുടെ ഭീഷണി കേട്ട് ഡോക്ടർ സത്യസന്ധമായി തന്നെ റിപ്പോർട്ട് ശാലിനിക്ക് നൽകി. അതോടൊപ്പം തന്നെ ചന്ദ്രബോസ് ആ ഫുഡിൽ വിഷം കലർത്തുന്നു എന്ന വിഷ്വൽസ് കൃത്യമായി കോടതിക്ക് മുന്നിലെത്തി. കോടതി അത് പരിശോധിച്ചപ്പോ അതിനകത്ത് വിഷ്ണുവിന് ശാരദാമ്മ കൊണ്ടുചെന്ന് കൊടുത്ത ആ ചോറിന്റെ പൊതി തുറന്ന് അതിൽ ചന്ദ്രബോസ് ഒരു പൊടി കലർത്തുന്നത് കൃത്യമായി എല്ലാവരും കാണുന്നു. അങ്ങനെ ജഡ്ജി ആ വിഷ്വൽ കണ്ടതോടെ ശാലിനിയും അർജുനും ഇതുവരെ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് സത്യമാണെന്നും ചന്ദ്രബോസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ചന്ദ്രബോസ് കുറ്റവാളിയാണെന്നും ജഡ്ജിക്ക് ബോധ്യമാവുന്നു. അതോടെ ജഡ്ജി ചന്ദ്രബോസിന്റെ വാക്കുകളെ മുഖവിലക്കെടുക്കാതെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും നിരപരാധിത്വവും ശാലിനിക്ക് വിഷ്ണുവിനെതിരെ ചന്ദ്രബോസ് നടത്തിയ ആ ഗൂഢനീക്കത്തിന്റെ കൃത്യമായ തെളിവ് ലഭിച്ചതിനാൽ ചന്ദ്രബോസ് എന്ന ACP പദവിയിലിരിക്കുന്ന ചന്ദ്രബോസിന്റെ ആ പദവി നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ 2 വർഷത്തേക്ക് കഠിന തടവിന് ACPക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പിന്നീട് കൂട്ടുപ്രതിയായിട്ടുള്ള മധുശ്രീയെയും 2 വർഷത്തേക്ക് കഠിന തടവിന് തന്നെ ശിക്ഷിച്ചു. കാർത്തികയെ കൊല ചെയ്യപ്പെട്ടു എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് വിഷ്ണു എന്ന നിരപരാധിയായിട്ടുള്ള ഒരാളുടെ മേൽ ആരോപിക്കുകയും ചെയ്തതിന്റെ പേരിലും പിന്നീട് അതിനെ തുടർന്ന് വിഷ്ണുവിനെ കൊല ചെയ്യാൻ ശ്രമിച്ചതും പിന്നീട് വിഷ്ണുവിനുണ്ടായ മാനസിക സംഘർഷങ്ങളും വിഷ്ണുവിനെ സമൂഹത്തിൽ അപമാനിതനാക്കിയതിനുമൊക്കെ എല്ലാത്തിനുമായിട്ടുള്ള ശിക്ഷ അവർ രണ്ടുപേരും കൂട്ടുപ്രതിയായ ചന്ദ്രബോസും കൂട്ടുപ്രതിയായ മധുശ്രീക്കും ഒരുപോലെ തന്നെ ശിക്ഷ വിധിച്ച് കോടതി വിഷ്ണു നിരപരാധിയാണെന്ന് തെളിച്ചതിനാൽ നിരുപാധികം വിഷ്ണുവിനെ വിട്ടയക്കുന്നു എന്ന് കോടതി വിധിച്ചു. അത് കേട്ടതോടെ സത്യഭാമയും ശാലിനിയും എല്ലാം വളരെയേറെ സന്തോഷിച്ചു. വിഷ്ണു മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ കണ്ണുകൾ നല്ല പുഞ്ചിരിയോടെ കണ്ണുകൾ വിടർന്ന കണ്ണുകളുമായി വിഷ്ണു ശാലിനിയെ നോക്കുമ്പോൾ സന്തോഷത്തോടെ ശാലിനിയെ വിഷ്ണുവേട്ടനെയും നോക്കി. പിന്നീട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയതും ശാലിനിയുടെ കയ്യിലേക്ക് വന്ന് ഓടി വന്ന് വിഷ്ണു ചേർത്ത് പിടിച്ചു. തന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്നെ രക്ഷിക്കാൻ താൻ എത്തുമെന്ന്. മറ്റൊന്നിനും എന്നെ വിട്ടുകൊടുക്കില്ല എന്ന താൻ എനിക്ക് നൽകിയ വാക്കിൽ എനിക്ക് അത്രമേൽ വിശ്വാസമുണ്ടായിരുന്നുവെന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു. സത്യഭാമ വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടിയെത്തി. മോനെ വിഷ്ണു എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ അരികിലേക്ക് സത്യഭാമ എത്തിയതും വിഷ്ണു ഒരു വാക്ക് പോലും സത്യഭാമയോട് മിണ്ടാൻ തയ്യാറായില്ല. വിഷ്ണു അമ്മയൊന്ന് നോക്കുക പോലും ചെയ്യാതെ രോഹിത്തെ വണ്ടി എടുക്കുക എന്ന് വിഷ്ണു അറിയിച്ചു. അങ്ങനെ വേഗം തന്നെ വിഷ്ണു ശാലിനിയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. രോഹിത് സത്യാമ്മയും കൂട്ടി നേരെ വീട്ടിലേക്ക് വന്നെത്തി. ശാലിനി വിഷ്ണുവേട്ടൻ യാതൊരു രീതിയിലും കുറ്റവാളിയാകാതെ സന്തോഷവാനായി വിഷ്ണുവിനെ അവിടുന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതിൽ വിഷ്ണുവിനെ കൊലക്കേസിൽ നിന്നും കോടതിയിൽ നിന്ന് വിഷ്ണു ഒരു നിരപരാധിയാണ് എന്ന് എല്ലാവർക്കും മുന്നിൽ വിധി എഴുതിക്കൊണ്ട് തന്റെ വിഷ്ണുവേട്ടനെ സംരക്ഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷമായിരുന്നു ശാലിനിയുടെ മനസ്സിൽ. ഈ സമയത്ത് അവിടെ ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിന്ന ചന്ദ്രബോസിനെയും മധുശ്രീയെയും ശാലിനി നോക്കുന്നു. രണ്ടുപേരും ഇത്രയും നാൾ തന്റെ മേൽ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങളും ഇത്രത്തോളം നീചമായിട്ടുള്ള പ്രവൃത്തികൾ തന്റെ കുടുംബത്തോടും തന്റെ പ്രിയപ്പെട്ടവനോടും കാണിച്ചു കൂട്ടിയ ഇരുവരോടും ശാലിനിയും വിഷ്ണുവും ഇരുവർക്കും അരികിലേക്കായി ചെന്ന് രണ്ടുപേരെയും ഒന്ന് നോക്കി. ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു, ബോസേ നമുക്ക് കാണാം, ശിക്ഷയൊക്കെ വിധിച്ചെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ. അന്ന് താൻ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ കണക്കുകൾ കൂട്ടിവെച്ചോ? ഞാൻ മനക്കണക്കൊന്നും കൂട്ടാറില്ല, മറിച്ച് എൻ്റെ കൂട്ടലുകളും കുറയ്ക്കലുമൊക്കെ എന്താണെന്ന് മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ തിരിച്ചിറങ്ങിയതിന് ശേഷം എല്ലാം നമ്മൾ തമ്മിൽ ഒരു തീർപ്പാക്കൽ ഉണ്ട്. അത് നമുക്ക് നേരിട്ട് തന്നെ പുറത്തു വെച്ച് തന്നെ നടത്താം എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് അറിയിച്ചു. ശാലിനി മധുശ്രീയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, നീ എത്രയൊക്കെ ശ്രമിച്ചാലും എൻ്റെ വിഷ്ണുവേട്ടനെയും എന്നെയും പിരിക്കാൻ
ഒരാൾക്കും കഴിയില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ മധുശ്രീ, നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ ഇതൊന്നുമല്ല. കാർത്തികയെ വിഷ്ണുവേട്ടന്റെ വീട്ടിലേക്ക് എത്തിയ കാർത്തികയുടെ മനസ്സ് തെറ്റിദ്ധരിപ്പിച്ച് കാർത്തികയെ വിഷ്ണുവേട്ടനെതിരെ തിരിക്കുകയും എനിക്കെതിരെ തിരിക്കുകയും ഒക്കെ നീ ചെയ്തെങ്കിലും സത്യം സത്യത്തിന്റെ ഭാഗത്ത് തന്നെ നിലകൊള്ളൂ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം കണ്ടെത്താൻ കാർത്തികയ്ക്കും സാധിച്ചു. ഇനിയും നിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി നീ പുറത്തിറങ്ങി ഇനിയും എന്റെ നേർക്ക് വാ. അപ്പോ നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ശാലിനി മധുശ്രീയോട് സുഖവാസത്തിന് പോയിട്ട് വരാൻ പറഞ്ഞ് യാത്ര അയച്ചിട്ട് ശാലിനിയെ മടങ്ങുന്നു. പിന്നീട് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വിഷ്ണു നേരെ റൂമിലേക്ക് പോന്നു. അച്ഛനെ കണ്ട് സന്തോഷിച്ച് അച്ഛൻ വിഷ്ണു തിരികെ വന്നതിന്റെ സന്തോഷത്തിൽ വളരെ സന്തോഷത്തോടെ മോനെ എന്ന് വിളിച്ചു. വിഷ്ണു ഒന്നും മിണ്ടാതെ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് ഉടൻ തന്നെ തന്റെ റൂമിലേക്ക് പോയി. ബാഗിലേക്ക് തനിക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള തന്റെ സാധനങ്ങളെല്ലാം വിഷ്ണു ഒരു ബാഗിലേക്ക് പെറുക്കിയെടുത്തു. ഈ സമയം വിഷ്ണു അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് പപ്പിമോള് അരികിലേക്ക് ഓടി വന്നു. പപ്പിമോള് വന്നതും വിഷ്ണു ബാഗ് എടുക്കുന്നത് കണ്ട് വിഷ്ണുവിനോട് പപ്പി ചോദിച്ചു, എന്താ വിഷ്ണു അച്ഛ, വിഷ്ണു അച്ഛൻ എവിടെ പോവാ, ബാഗൊക്കെ എടുക്കുന്നത് എന്തിനാ എന്ന് അന്വേഷിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, മോളെ പപ്പി, വിഷ്ണു അച്ഛൻ വരാം, ഇപ്പോ വിഷ്ണു അച്ഛന് തൽക്കാലം പോയേ തീരൂ എന്ന് പറഞ്ഞ് വിഷ്ണു ബാഗും എടുത്തിറങ്ങി. ഇത് കണ്ടതോടെ പപ്പിക്കാകെ സംശയമായി. പപ്പി പിന്നാലെ വീണ്ടും വിഷ്ണു അച്ഛ എന്ന് വിളിച്ച് സ്റ്റെയർ ഇറങ്ങി പിന്നാലെ താഴേക്കെത്തി. അപ്പോഴേക്കും താഴെ രോഹിത്തും ശ്യാമയും രാഘവൻ നായരും വിഷ്ണുവിനെ കാണാനായി കാത്തിരിക്കുമ്പോൾ സത്യഭാമ തന്റെ മകൻ തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിൽ അവിടെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു ബാഗുമായി പടിയിറങ്ങി വരുന്നത് കണ്ടത്. ആകെ ഞെട്ടലോടെ സത്യഭാമ വേഗം ചാടി എഴുന്നേറ്റു. രാഘവൻ നായർ ചോദിച്ചു, എടാ മോനെ, നീ എന്താ ഈ കാണിക്കുന്നത്? വേഗം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന വിഷ്ണുവിനെ കണ്ട രാഘവൻ നായർ ആശങ്കയോടെ അന്വേഷിച്ചു, മോനെ, എടാ നീ എന്താ ഈ ചെയ്യാൻ പോകുന്നത്, നീ എവിടേക്ക് പോവാ എന്ന് ചോദിച്ചതും വിഷ്ണു അരികിലേക്ക് എത്തി പറഞ്ഞു, അച്ഛാ, ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് സഹിച്ച് ക്ഷമിച്ചു നിന്നു. എന്റെ ജീവിതത്തെ ഞാൻ ഒരു തീരുമാനവും ഞാനായിട്ടെടുത്തില്ല. എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ മറ്റുള്ളവർക്കാണ് ഞാൻ അവസരം നൽകിയത്. പക്ഷെ എന്റെ മനസ്സെന്താണെന്നോ എന്റെ താല്പര്യം എന്താണെന്നോ ആരും തിരിച്ചറിയാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോ ഞാൻ അനുഭവിക്കേണ്ടി വന്നത്, ഇത്രയും ദിവസം ഞാൻ അനുഭവിക്കേണ്ടി വന്ന വേദനയും ഈ അപമാനവും മറ്റുള്ളവരുടെ പരിഹാസവും ഒക്കെ, അതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് നേടിത്തന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ളവർക്ക് തീരുമാനമെടുക്കാനുള്ള അവസരം നൽകിയതുകൊണ്ട് മാത്രമാണ്. ഇനി അതിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നും ആരോടൊപ്പം ജീവിക്കണമെന്നും ഒക്കെയുള്ള തീരുമാനം ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എന്റെ ജീവിതം ഇനി ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, അച്ഛൻ അതിനൊന്നും എതിര് നിൽക്കുന്നില്ല. നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോ നീ ഇതെങ്ങോട്ടാ, ഈ അച്ഛനെ കൂടി ഉപേക്ഷിച്ച് എങ്ങോട്ടാ നീ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അച്ഛാ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം എന്നേക്കുമായി നഷ്ടമാകും. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരിടത്തേക്ക് ഞാൻ പോവാ എന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പിന്നാലെ വന്നു. എടാ മോനെ വിഷ്ണു, നീ ഈ അമ്മയെ ഇട്ടിട്ട് പോവാണോ എന്ന് ചോദിച്ചതും വിഷ്ണു കണ്ണുനീരോടെ സത്യഭാമയെ നോക്കിയിട്ട് ചോദിച്ചു, അമ്മേ, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചതൊക്കെ അമ്മയുടെ വാക്കുകൾ ഞാൻ കേട്ടു നിന്നിട്ടല്ലേ? അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനിക്കാനുള്ള അവകാശവും ഞാൻ നൽകിയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം ഈ അവസ്ഥയിലായത് ആര് കാരണമാണ്? അമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ടു പോകാനുള്ള കാരണം അതാരാണ്? ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഇന്ന് ശാലിനി എന്നെ രക്ഷിക്കാനായി എത്തിയില്ലായിരുന്നുവെങ്കിൽ, കാർത്തികയുടെ സത്യം പുറത്തു കൊണ്ടുവരാൻ ശാലിനിക്ക് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഈ നിമിഷം ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായി ആ ഇരുണ്ട ജയിലറയ്ക്കുള്ളിൽ കഴിയേണ്ടി വരുമായിരുന്നു. ഇനി അതിന് ഒരവസരമുണ്ടാകാൻ, അങ്ങനെ ഒരു അവസരം ഇനി എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് വിഷ്ണുവും സത്യഭാമയോട് യാത്ര പറഞ്ഞിറങ്ങുന്നു. ഇനി എന്നെ വിളിക്കരുത്. ഇനി എൻ്റെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനം അത് ഇനിയും ഉണ്ടാവും. പക്ഷേ തീരുമാനങ്ങൾ ഇനി ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഇല്ലടാ, നിന്നെ ഞാൻ വിടില്ല. ശാലിനിയെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരാമെന്നും നിന്റെ ഇഷ്ടം ഞാൻ തന്നെ നടത്താം, ശാലിനി ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ശാലിനിയെ തിരിച്ച് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുമെന്ന് വിഷ്ണുവിന് സത്യഭാമ വാക്ക് നൽകുന്നു.
ഈ അമ്മയുടെ വാക്ക് നീ വിശ്വസിക്കണം. ഒരു വട്ടം കൂടി ഈ അമ്മയ്ക്ക് ഒരു അവസരം താമോനെ എന്ന് വിഷ്ണുവിനോട് സത്യഭാമ കേണപേക്ഷിക്കുമ്പോൾ അവസാനം വിഷ്ണു മനസ്സില്ലാ മനസ്സോടെ സത്യഭാമയുടെ വാക്കുകളെ വിശ്വസിക്കാൻ തയ്യാറായി. അതിനുശേഷം വിഷ്ണു വേഗം ശാലിനിയെ കാണുവാനായി കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തുന്നു. കോടതിയിൽ നിന്ന് തിരികെ എത്തിയ ശാലിനിയോട് വിശേഷങ്ങൾ ശാരദാമ്മ അന്വേഷിച്ചു. ഇനിയെങ്കിലും വിഷ്ണു കുഞ്ഞിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇനിയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിച്ചുവിടുക മോളെ നിനക്ക് എന്ന് ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു. അതെല്ലാം കേട്ട് അങ്ങനെ തന്നെ ചെയ്യാമമ്മയെന്ന് ശാലിനി തല കുലുക്കുമ്പോൾ വിഷ്ണു ബുള്ളറ്റിൽ വന്ന് അവിടെ ഇറങ്ങി. അകത്തേക്ക് കയറി വരുന്ന വിഷ്ണു ശാലിനി നോക്കിയിട്ട് പറഞ്ഞു, ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മ ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വാർത്ത കേട്ടതും വളരെ സന്തോഷത്തോടെ ശാലിനി ശാരദാമ്മയെ നോക്കി. ഉടനെ ശാരദാമ്മ പറഞ്ഞു, മോനെ വിഷ്ണു അകത്തേക്ക് കയറി വാ, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് കയറി പോകുമ്പോൾ അരികിൽ നിൽക്കുന്ന ശാലിനിയെ വിഷ്ണു തൻ്റെ കൈക്കുള്ളിൽ വാരിയെടുത്ത് അങ്ങനെ ശാലിനിയെ ചേർത്ത് തൻ്റെ കൈക്കുള്ളിൽ ശാലിനിയെ കോരിയെടുത്തുകൊണ്ട് സന്തോഷം പങ്കുവെച്ച് വിഷ്ണു ശാലിനിയെ വട്ടം കറക്കുന്നു.